നോ പ്രോബ്ലം, എവരിതിങ് ഓക്കെ. ഒരു കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് തുടരട്ടെ. ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ലൈഫ് പദ്ധതി പ്രകാരം അനേകം പാവപ്പെട്ടവർക്ക് വീടുകൾ കൊടുക്കുന്നുണ്ട്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ 10 വർഷം കൊണ്ട് കേരളം സാക്ഷ്യം വഹിച്ചത്. ഈ സർക്കാരിന്റെ ഭരണം തുടരണോ വേണ്ടയോ ജനങ്ങൾ പറയുന്നു. സർക്കാർ എങ്ങനെ പോയാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും എല്ലാ മേഖലകളിലും സർക്കാർ അവസാനം ബഡ്ജറ്റ് ആയാലും എല്ലാ മേഖലകളിലും നല്ല 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെൻഷൻ കൂട്ടി, റോഡുകൾ, എല്ലാം നല്ല കാര്യങ്ങൾ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. നല്ല ഭരണം. സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തയാണോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളുടെ ഇതിൽ പോയ സംതൃപ്തയാണ്. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനേക്കാളും ഫെസിലിറ്റി ഇവിടെ സ്കൂളിലുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ വളർച്ച അങ്ങനെയാണ്. ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഇവിടെ ഇത് നോക്കിയാണ്, റോഡ് നോക്കിയാണ് പണ്ടത്തെ അവസ്ഥയാണ് ഇപ്പോൾ കിടക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഷുഗർ അസുഖമുള്ള ആളാണ്. പെൻഷൻ വാങ്ങിച്ചാണ് ഇപ്പോൾ കഴിയുന്നത്. മുമ്പാണെങ്കിൽ 18 മാസം വരെ പെൻഷൻ മുടക്കുമായിരുന്നു. ഇപ്പോൾ നോക്കിയാണ് കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നുണ്ട്. വീട് പട്ടിണിയില്ല, മുന്നോട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരനെ പറ്റിയ ഗവൺമെൻറ് തന്നെയാണ് ഈ ഗവൺമെൻറ്. വീണ്ടും വരണമെന്നാണ് ആഗ്രഹം. നോ പ്രോബ്ലം, എവരിതിങ് ഓക്കെ. ഭരണം ഈസ് ഗുഡ്. ജനക്ഷേമ പരിപാടി പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് വികസന പ്രവർത്തനം നല്ലപോലെ നടക്കുന്നുണ്ട്. ആരൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെ എന്ത് നടന്നില്ല എന്നുള്ളത് ചോദിക്കണം. വിഴിഞ്ഞം പദ്ധതി ഏറ്റവും വലിയ പ്രോജക്റ്റാണ്, കേരളത്തിൻ്റെ അഭിമാനമാണ്. അതിൽ ഈ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ സേവനം, പാർട്ടി വേറെ, ഞാൻ മുഖ്യമന്ത്രിയുടെ ചോദിച്ചാൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ വിൽ പവർ എല്ലായിടത്തും തെളിയുന്നുണ്ട്. ഈ സർക്കാരിന്റെ ഭരണം, അതായത് ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ ഭരണം തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ്. തുടരാം, കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാ സ്കൂളുകളും കുറച്ച് ഡെവലപ്ഡ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്കൂളിൽ സ്മാർട്ട് TVസും അതൊക്കെ വെക്കുന്നുണ്ട്. പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുതിയ റോഡുകൾ നന്നാക്കി അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈടെക് ആയിട്ടുള്ള സ്കൂളുകൾ തന്നെ ഇപ്പം കാണുന്നത്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാവണമെങ്കിലും സമാനതയുള്ള പ്രവർത്തനം നടക്കുന്ന റോഡുകളായാലും പാലങ്ങളായാലും മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസനം നന്നായിട്ട് സർക്കാർ നടത്തുന്നുണ്ട്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്. ചെറിയ വിവാദങ്ങളുണ്ട്, വിവാദങ്ങളെല്ലാം എപ്പോഴും ഉള്ളതാണല്ലോ. തുടർഭരണം ആവശ്യം തന്നെയാണ്. തുടർഭരണം ഒരു 5 വർഷം കൂടി ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ കൂടി നല്ല വികസനങ്ങൾ തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തന്നെ തിരുവനന്തപുരത്തിന് മോശമായ മാറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും 10 വർഷം കൊണ്ട് ഏകദേശം അത്രയും ആയില്ലെങ്കിൽ സിംഗപ്പൂരിൻ്റെ ദുബായിയുടെ ഒക്കെ അടുത്തൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.